ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ റോളാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ചിലപ്പം നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ മാവ് കുഴച്ചിട്ട് പരത്തി ഷീറ്റ് പോലെ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്തെടുക്കാറുള്ളത്. അതല്ലെങ്കിൽ ബ്രെഡിലും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും അല്ലാണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ചിക്കൻ റോള് കാണിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു സവോള എടുത്തിട്ടുണ്ട്. അതിതാ ചെറുതായിട്ട് ഞാൻ പൊടിയായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു അളവിലാണ് ഞാനിപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളൂ. കുരുമുളക് പൊടിയൊക്കെ ചേർത്താൽ മതി എരിവിന് കേട്ടോ. പിന്നെ അതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഇത്തിരി ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വറുത്തിട്ട് അതൊന്ന് ക്രഷാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ആ ചിക്കൻ വറുത്തിട്ടുള്ള ആ ഒരു എണ്ണയാണ് ഞാനിപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. ചിക്കൻ വറുത്തിട്ടുള്ള ആ ഒരു എണ്ണ എടുക്കുമ്പോൾ അത് ഞാനിപ്പോൾ വറുത്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ. നമ്മൾ പഴയ എണ്ണ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ വറുത്തിട്ടുള്ള ആ ഒരു എണ്ണ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും ഞാൻ ഒരുമിച്ചാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അത് ചേർത്തു കേട്ടോ. മല്ലിയില നിങ്ങൾ വേറെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ മല്ലിയില ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത്, 1 ടീസ്പൂൺ ചിക്കൻ മസാല, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചിക്കനും ആ ഒരു മസാലയും തമ്മിൽ നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് വേണമല്ലോ. അപ്പോൾ അതിന് ഞാനിതാ മൈദപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു അളവിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ പൊടികളും മസാലയുടെ സവാളയും കാര്യങ്ങളും എല്ലാം ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു 2 നുള്ളു ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതാ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 3/4 ഗ്ലാസ്സിലോളം വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു രീതിക്ക് വേണം, നമുക്ക് കട്ടിക്കാണ് കലക്കിയെടുക്കേണ്ടത് കേട്ടോ. ഒത്തിരി ലൂസാക്കിയിട്ട് കലക്കണ്ട. അതായത് ഇതുപോലെ കലക്കിയെടുക്കുക. കട്ടൊന്നും ഇല്ലാണ്ട് തന്നെ കലക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കുക. അപ്പം എണ്ണ ഒന്നും തടവാണ്ട് ചുട്ടെടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ അതാ ഞാനിത് നമുക്കൊരു 1.5 ടീസ്പൂണോളം മാവ് കോരി ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാവ് കോരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് അതുപോലെ ഒന്ന് കനയില്ലാണ്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കുട്ടി ദോശ ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്നത് 1-2 തവണ ആയിട്ട് കാണിക്കാം. എന്നിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിത് ദോശ ഉണ്ടാക്കി ആ സമയം തന്നെ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പാനിൽ നമ്മൾ എടുത്ത് അപ്പം തന്നെ ഫില്ല് ചെയ്യുക, അടുത്തത് ഉണ്ടാക്കുക, അപ്പം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക, അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മളതിൽ പരത്തി ആ ഒരു ദോശ നമുക്ക് ആ ഒരു പാനിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന രീതി ആവുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. അതിലിട്ട് നമ്മൾ ദോശ വേവയോ മൊരിയോ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ആ ഒരു ദോശ അങ്ങനെ ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് ഇതിന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു പീസ് ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അവന് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി വലിയ പീസൊന്നുമല്ല, ഒരു കുഞ്ഞു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല, അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കയ്യിലുള്ളത് കൊണ്ട് ചെയ്യാണ്.
അപ്പോൾ അത് ആ ഒരു പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇത്തിരി മൈദ നമുക്കൊന്ന് പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് അതിൻ്റെ ചുറ്റിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതാ മൊത്തത്തിലുണ്ട് റോൾ ചെയ്തെടുത്താൽ മതി. കണ്ട ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. വല്ലാതെ ബലം പിടിച്ചിട്ടൊന്നും ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം പൊട്ടിപ്പോവുള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് ദോശ ചുട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പാനിൽ ഒഴിച്ചു കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ദോശ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗമാണ് മേലക്കാക്കിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. താഴെ വരുന്നത് നമ്മൾ മറിച്ചിടുന്ന ഭാഗം വരുമല്ലോ, ആ ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇതാ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ചീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതായത് നമുക്ക് മൈദയുടെ ഒരു പേസ്റ്റ് ഒന്ന് തടവിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി മൈദ പേസ്റ്റ് തടവേണ്ട കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ. ചൂടോടെ ചെയ്യാവുമ്പോൾ വേഗം ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ഞാനിതൊന്ന് ഫില്ല് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതി തന്നെയല്ലേ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്തിരി എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഈ ഒരു പാനിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ദോശയാണെങ്കിലും വെന്തതാ, മസാലയും വെന്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുക്ക് ചെയ്യൽ, ആ രീതിക്ക് മാത്രം നമുക്കിതൊരു കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കിത് ഇനിയും കുറച്ചും കൂടെ മൊരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. കരിയാതെ നോക്കണം. നല്ലോണം ഒന്ന് മൊരിഞ്ഞാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ എണ്ണയിൽ നിന്നൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ 2 തവണ ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോള്, നമ്മളെ കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്സ് വെച്ചുള്ള റെസിപ്പി ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മസാല അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് സോസ് കൂട്ടിയിട്ടോ, ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മയണൈസ് കൂട്ടിയിട്ടോ എങ്ങനെയാണ് മക്കൾക്ക് ഇഷ്ടിച്ചാൽ അതുപോലെ കഴിക്കാം. എന്തായാലും ഇതൊന്നും കൂട്ടാതെ കഴിക്കാനും ഇത് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ മസാല അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആ പുറമേ വരുന്ന ആ ഒരു മുരുമുര ഉള്ള ഒരു ഇതും, എന്തായാലും സംഭവം സൂപ്പറാണ്. അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. അപ്പം ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ലാസ്റ്റ് ദോശയും അതുപോലെ തന്നെ ലാസ്റ്റ് മസാലയായിരുന്നു. അപ്പോൾ അതിൽ ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ മസാലയൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.